ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ മെത്ത് ഹീമോഗ്ലോബിൻ ഈസ്. നമ്മുടെ ബയോ ഇനോർഗാനിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലോ പ്രോട്ടീൻ ആണ്. അയൺ കണ്ടെയ്ൻ ആവുന്ന ഒരു മെറ്റാലോ പ്രോട്ടീൻ ആണ് ഈ മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓസോണിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നേക്കുന്നത്. നോക്കിക്കേ, OO ബോണ്ട് ലെങ്ത് ആർ ഈക്വൽ, ഓസോൺ ഈസ് ഡയാമാഗ്നറ്റിക്, OO ബോണ്ട് ലെങ്ത് ആർ ബോണ്ട് ആംഗിൾ ഓഫ് 117 ഡിഗ്രി. ഹലോ എവ്രിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന സെറ്റ് എക്സാം ഉണ്ട്. അതിനകത്ത് വരുന്ന ടോപ്പിക്കുകളിനെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്തു ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഫോക്കസ് ഏരിയയും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം അതിനനുസരിച്ച്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യനിൽ തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ മെത്ത് ഹീമോഗ്ലോബിൻ ഈസ്. നമ്മുടെ ബയോ ഇനോർഗാനിക്കിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റിന് പോലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ബയോ ഇനോർഗാനിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മെത്ത് ഹീമോഗ്ലോബിനിലെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് 3, 2, 4, 0 ഇങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ മെത്ത് ഹീമോഗ്ലോബിൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പം നമുക്ക് മെത്ത് ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. മെത്ത് ഹീമോഗ്ലോബിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് METHB, ഈ ഒരു ഫോമിലാണ് നമ്മൾ മെത്ത് ഹീമോഗ്ലോബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്ഫങ്ഷണൽ ഫോം ഓഫ് ഹീമോഗ്ലോബിൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജനെ ക്യാരി ചെയ്യുക. പക്ഷേ നമ്മുടെ ഈ മെത്ത് ഹീമോഗ്ലോബിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി തീരെ ഇല്ലാത്ത ഒരാളാണ്. നമ്മളെ ബ്ലഡിൽ ഈ മെത്ത് ഹീമോഗ്ലോബിൻ ചെറിയ അളവിലൊക്കെ ഉണ്ട്, പക്ഷേ അത് വലിയ അളവിലോട്ട് മാറുമ്പോഴത്തേന് ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവും. അപ്പോൾ മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻകേപ്പബിൾ ഓഫ് ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഓക്സിജനേഷനും അതേ കണക്ക് തന്നെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ടിഷ്യൂവിൽ എത്തപ്പെടുന്ന ഓക്സിജന്റെ എമൗണ്ടും കുറയും. അതുകൊണ്ട് തന്നെ ടിഷ്യൂ ഹൈപ്പോക്സീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷന് ഈ ഒരു മെത്ത് ഹീമോഗ്ലോബിന്റെ പ്രസൻസ് കാരണമാകാറുണ്ട്. എന്താണ് ഈ ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ടിഷ്യൂസിലൊക്കെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോക്സീമിയ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നു? ഇനി ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലോ പ്രോട്ടീൻ ആണ്. അയൺ കണ്ടെയ്ൻ ആവുന്ന ഒരു മെറ്റാലോ പ്രോട്ടീൻ ആണ് ഈ മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം. നോർമൽ ഹീമോഗ്ലോബിനിൽ അയൺ എന്ന് പറഞ്ഞാൽ +2 സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളുടെ മെത്ത് ഹീമോഗ്ലോബിനിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിട്ട് മാറുകയാണ്? +3 സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. മനസ്സിലായോ? ഇതിന് നമ്മൾ ഫെറി ഹീമോഗ്ലോബിൻ എന്നും പറയാറുണ്ട്. ഈ മെത്ത് ഹീമോഗ്ലോബിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ ബ്ലൂ ബേബി സിൻഡ്രോം ഒരു വർഷത്തെ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബ്ലൂ ബേബി സിൻഡ്രോം എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ബേബി സിൻഡ്രോമിൽ നമ്മൾ നൈട്രേറ്റ് ഓവറായിട്ട് കുഞ്ഞു കുട്ടികളുടെ ശരീരത്തിൽ എത്തുന്നത് വഴി എന്താണ് ഈ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെ നഷ്ടപ്പെടുകയും മെത്ത് ഹീമോഗ്ലോബിൻ്റെയൊക്കെ പ്രസൻസ് കൊണ്ടാണ് ഈ ഒരു ബ്ലൂ ബേബി സിൻഡ്രോം കൂടുതലായിട്ടും കുട്ടികളിൽ ഉണ്ടാകുന്നത്. അതും കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഹീമോഗ്ലോബിനിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതൊരു റെഡ് കളേർഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആണെന്ന് നമുക്കറിയാം. പക്ഷേ മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വയലറ്റ് കളറേഷൻ ഉള്ളൊരു കോമ്പൗണ്ട്, പിങ്ക് ബ്ലൂ കളർ എന്നൊക്കെ നമുക്ക് പറയാം. പിങ്ക് അല്ല, ഒരു ബ്ലൂ കളറേഷനൊക്കെ ഉള്ളൊരു കോമ്പൗണ്ട് ആണ്. അവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ മെത്ത് ഹീമോഗ്ലോബിൻ എത്രയാണ്? അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ഞാൻ ഈ ബ്ലൂ ബേബി സിൻഡ്രോം ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബ്ലൂ ബേബി സിൻഡ്രോം കാരണം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലൊക്കെ എന്താണ് ഒരു ബ്ലൂ കളറേഷൻ ഇൻഡ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഡിസീസിന് ആ ഒരു പേര് വരാനായിട്ടുള്ള കാരണം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയ, നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ അനാലിസിസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. കാര്യം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്. നമ്മുടെ തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു 4 ക്വസ്റ്റ്യനോളം ഈ പ്രാവശ്യത്തെ സെറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ കെമിക്കൽ ലണ്ടൻ സ്മോഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ പോളിമേഴ്സ്, പോളി ഡിസ്പേഴ്സൻസി ഇൻഡെക്സ് വെച്ചിട്ട്, അത് കണക്ക് തന്നെ പോളിമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മോണോമേഴ്സ് ഏതാണ്
ആണ് ഒരു പോളിമറിൽ ഉള്ളത്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ ലാന്തനൈഡ്, ആക്ടിനൈഡ് ഇവരുടെ സ്പെഷ്യാലിറ്റി വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഇപ്പം കൂടുതലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു ടെൻഡൻസിയാണ്, ഒരു കോമൺ നെയിം തന്നേക്കും എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൻ്റെ കെമിക്കൽ നെയിം എന്താണെന്ന്. 1-2 വർഷങ്ങളായിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളോട് ഇപ്രാവശ്യം ചോദിച്ചത് നമ്മുടെ ലൂണാർ കാസ്റ്റിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നതല്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പം എന്താണ് കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ ചില്ലി സോൾട്ട് പീറ്റർ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ സെറ്റിൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന ആ ഒരു സമയത്ത് ബേസിക് ആയിട്ട് പഠിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് കണക്കിന് നമ്മളുടെ എന്താണ് പറയുന്നത്, ലിഗാൻസിൻ്റെ കോർഡിനേഷൻ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ലിഗാൻഡിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അത് കണക്ക് തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ, അത് കണക്ക് തന്നെ എത്ര ബ്രിഡ്ജിങ് ലിഗാൻസ് ഉണ്ട്, എത്ര ടെർമിനൽ ലിഗാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, മെറ്റൽ ബോണ്ട്, ഇതെന്ന് പറയുന്നത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യത്തെ സെറ്റിനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പാർട്ടിക്കിളിൻ്റെ ബോക്സിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ, അത് കണക്ക് തന്നെ കളറില്ലേ, ഇപ്പം ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് വന്നിട്ട് ഈ കോമ്പൗണ്ട് ഇന്ന കളറാണ് കാണിക്കുന്നത്, ഈ കളറിന് കാരണം എന്താണ്, ലിഗാൻ ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണോ, മെറ്റൽ ടു ലിഗാൻ ചാർജ് ട്രാൻസ്ഫർ ആണോ, അതേ DD ട്രാൻസിഷൻ ആണോ, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും ഒരെണ്ണം കാണും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അതേണക്ക് തന്നെ ഈ പ്രാവശ്യത്തെ സെറ്റിന് ഒരുപാട് ചോദിച്ചതാണ് ഹക്കൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു 3 ക്വസ്റ്റ്യൻ ഒരേ അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബെൻസിൻ്റെ കേസ്, അതേണക്ക് വേറെ 2-3 മോളിക്യൂൾസിൻ്റെ കേസിലൊക്കെ അവരുടെ പൈ ഇലക്ട്രോൺ എനർജി എത്രയാണെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഏരിയയും ഒന്ന് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അതേണക്ക് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കെമിക്കൽ കൈനറ്റിക്സ്. 4ഓളം ക്വസ്റ്റ്യൻസ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമ്മളോട് ഈ പ്രാവശ്യം ചോദിച്ചിരുന്നു. അലീനിയസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് അതേണക്ക് തന്നെ നെഗറ്റീവ് സ്ലോപ്പ് വന്നാൽ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്, ഇപ്പം ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ തരും, എന്നിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് സ്ലോപ്പ് തന്നേക്കും, എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് EA എങ്ങനെയാണ്, ആക്ടിവേഷൻ എനർജിയാണ്, ഇങ്ങനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ കൊളോയിഡ്സിൻ്റെ അവരുടെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹാർഡി ഷൂൾസ് റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇനി നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ICP-AES, അത് കണക്ക് തന്നെ നമ്മളുടെ തെർമോഗ്രാവോമെട്രി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അത് കണക്ക് തന്നെ ബിയർ ലാംബർട്ട്സ് ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ബിയർ ലാംബർട്ട്സ് ലോയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് നമ്മളോട് ചോദിക്കാം ഇതിനകത്ത് ഏതാണ് ഈ ബിയർ ലാംബർട്ട്സ് ലോ ഒബേ ചെയ്യാതെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബയോ ഇനോർഗാനിക്, ഞാൻ പറഞ്ഞില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഹീമോഗ്ലോബിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, അതിനകത്ത് എന്താണ് ഇത് സൂപ്പർ ഓക്സൈഡ് ആയിട്ടാണോ അല്ലെങ്കിൽ പെറോക്സൈഡ് ആയിട്ടാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അത് കണക്ക് തന്നെ മാർക്കോനിക് ഓഫ് ആൻറ്റി മാർക്കോനിക് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മുടെ ബോറൈൻ അഡീഷൻ അതിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, മാർക്കോനിക് ഓഫ് അഡീഷൻ ആണോ ആൻറ്റി മാർക്കോനിക് ഓഫ് സിൻ അഡീഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. അത് കണക്ക് തന്നെ ടൊളൻ ടെസ്റ്റ്, ഫില്ലിംഗ് ടെസ്റ്റ്, ഇതൊക്കെ 1-2 വർഷങ്ങളായിട്ട് നമ്മളോട് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മളോട് ടൊളൻ ടെസ്റ്റ് ആണ് ചോദിച്ചത്, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളോട് ഫില്ലിംഗ് ടെസ്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ടൊളൻ ടെസ്റ്റ് എന്തിനാണ് പോസിറ്റീവ്, ടൊളൻ ടെസ്റ്റ് എന്തിനാണ് നെഗറ്റീവ്, ഫില്ലിംഗ് സൊല്യൂഷൻ എന്തിനാണ് പോസിറ്റീവ് അല്ലെങ്കിൽ എന്തിനാണ് നെഗറ്റീവ്, അതെങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് തരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിച്ചേക്കണം. അത് കണക്ക് തന്നെ ഫോട്ടോ കെമിസ്ട്രിയിൽ തന്നെ സിഗ്മാട്രോപിക് അഡീഷൻ റിയാക്ഷൻ ആണോ അല്ലെങ്കിൽ 1,3 അഡീഷൻ ആണോ, 5,5 സിഗ്മാട്രോപിക് റിയാക്ഷൻ ആണോ, എന്താണ് സിഗ്മാട്രോപിക് റിയാക്ഷൻ, അങ്ങനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ബേസ് പോലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അരോമാറ്റിസിറ്റി, ഏതാണ് അരോമാറ്റിക്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അരോമാറ്റിക് കോമ്പൗണ്ട്, ഏതാണ് ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നതുമാണ്. അത് കണക്ക് തന്നെ നമ്മുടെ കൺഫോർമേഷൻ, സൈക്ലോഹെക്സൈൻ്റെ കൺഫോമർ തന്നിട്ട് ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോമർ ഏതാണ്, സ്റ്റെയർ ആണോ, ബോട്ടാണോ, സ്ക്യൂ ബോട്ടാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കണക്ക് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പ്യൂരിൻസ് ഏതാണ്, പിരമിഡിൻസ് ഏതാണ്, അവരുടെ ബോണ്ടിങ് എങ്ങനെയാണ്, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ സ്റ്റേബിൾ ആക്കുന്ന ബോണ്ടിങ് എങ്ങനെയാണ്, എന്താണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അത് കണക്ക് തന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ സ്റ്റാർച്ച്, അത് കണക്ക് തന്നെ സെല്ലുലോസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മോണോസാക്രൈഡ്സ് എക്സാമ്പിൾ ഏതാണ്, പോളിസാക്രൈഡിന്
എക്സാമ്പിൾ ഏതാണ്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ വർഷവും നമുക്ക് ചോദിക്കുന്നതാണ്. അത് കണക്ക് തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കേറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഷീറ്റ് സിലിക്കേറ്റ് ആണോ സൈക്ലിക് സിലിക്കേറ്റ് ആണോ, ഒരു എക്സാമ്പിൾ എന്താണ്, അപ്പോൾ അത് നമ്മൾ ആ ഏരിയ ഫോക്കസ് ചെയ്യണം. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ നാച്ചുറൽ പ്രൊഡക്റ്റിലോട്ട് വരുമ്പോൾ ടെർപ്പിനോയിഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിക്കുന്നത്. അതിനകത്തുള്ള നമ്പർ ഓഫ് ഐസോപ്രീൻ യൂണിറ്റ്സ് എത്ര, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്ര, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അത് കണക്ക് തന്നെ IUPAC നെയിമിങ് ഇപ്രാവശ്യം തന്നെ 2 ക്വസ്റ്റ്യൻസ് IUPAC നെയിമിങ്ങിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ സ്വയമായിട്ട് തന്നെ ചില കോമ്പൗണ്ട്സിന് സൈക്ലിക് കോമ്പൗണ്ട്സ്, ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, ആലിസൈക്ലിക്, ആലിഫാറ്റിക് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ എടുത്ത് നമ്മൾ തന്നെ നെയിം ചെയ്യണം. അത് കണക്ക് തന്നെ ഐസോലോബൽ ഫ്രാഗ്മെന്റ്സ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു, എങ്കിൽ പോലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഐസോലോബൽ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ ബോറൈൻസിൽ വരുമ്പോൾ 6 നമ്പേഴ്സ് സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം സിമ്പിൾ ആയിട്ടുള്ള B2H6 ആണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഏരിയ ആണ്. പിന്നെ പറയുവാണെങ്കിൽ എന്താണ്, റീസെൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്നൊരു ട്രെൻഡാണ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്ര, ബൈ ബോൺസ് എത്ര. വളരെ സിമ്പിളാണ്. ഇപ്രാവശ്യം നമ്മളോട് അല്ലീനാണ് ചോദിച്ചത്, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നാഫ്തലിൻ്റെ ചോദിക്കാം. അപ്പോൾ അതും നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അത് കണക്ക് തന്നെ സിമെട്രി പോയിന്റ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. എല്ലാ പ്രാവശ്യവും സിമെട്രിയിൽ നിന്നും പോയിന്റ് ഗ്രൂപ്പിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അതിനും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അത് കണക്ക് തന്നെ കൈനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ റേറ്റ് ലോസ് പഠിക്കണം, ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് വരുന്ന ഒരു ടോപ്പിക്ക്. ഇതിനകത്തെല്ലാം നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. അത് കണക്ക് തന്നെ നമ്മുടെ എറേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്രാവശ്യത്തെ അധികം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ല. എറേഴ്സ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇതുമായിട്ടൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻസ് കാണും. സോ ആ ഏരിയാസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു അനാലിസിസിൽ നിന്നാണ് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നന്നായിട്ട് ഈ ഏരിയാസ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ദ pKa വാല്യൂ ഓഫ് അൻ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഈസ് ഈക്വൽ ടു pH അറ്റ് വിച്ച്. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? pKa വാല്യൂവും pHും എപ്പോഴാണ് എന്തായിട്ട് വരുന്നത്, ഈക്വലായിട്ട് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നു? അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കിക്കേ. ദ റേഷ്യോ ഓഫ് പ്രോട്ടോണേറ്റഡ് ടു ഡീപ്രോട്ടോണേറ്റഡ് ഫോം ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് 1:1. ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോണേറ്റഡ് ഫോം ഈസ് ഹയർ ദാൻ ഡീപ്രോട്ടോണേറ്റഡ് ഫോം. ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോണേറ്റഡ് ഫോം ഈസ് ലെസ് ദാൻ ഡീപ്രോട്ടോണേറ്റഡ് ഫോം. ഇതൊന്നുമല്ല. ഇങ്ങനെയുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ റേഷ്യോ പ്രോട്ടോണേറ്റഡ് ടു ഡീപ്രോട്ടോണേറ്റഡ് ഫോം ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് 1:1. ഇത് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കേസ് എടുക്കുകയാണ്. HIN എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ എടുക്കുകയാണ്. നമുക്കറിയാം ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കളർ ചേഞ്ച് കാണിക്കുന്ന സബ്സ്റ്റൻസ്. നമ്മളൊരു ടൈട്രേഷൻ ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു വീക്ക് ആസിഡ് ആയിട്ട് എടുക്കാം. ഈ വീക്ക് ആസിഡ് എന്ത് ചെയ്യാണ്? ഡിസോസിയേറ്റ് ചെയ്യാണ്. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? OH മൈനസ് H+, ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഡിസോസിയേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് H++IN- ഈ ഫോമിലായിരിക്കും ഈ ഒരു ഇൻഡിക്കേറ്റർ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് ഒരു HIN എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിന് ഒരു കളറായിരിക്കും. ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ഡിസോസിയേറ്റ് ചെയ്തുണ്ടാകുന്ന IN- വേറൊരു കളറായിരിക്കും. അപ്പം നമ്മളിവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് IN- എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടുത്തെ എന്താണ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka എഴുതുവാണ്. Ka എഴുതുമ്പോഴത്തേന് എങ്ങനെ വരും? ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka = H+ IN- ഡിവൈഡഡ് ബൈ HIN. ഇതാണ് നമ്മളുടെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേന് Ka എന്തെന്ന് പറഞ്ഞു വരും? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് IN- ഡിവൈഡഡ് ബൈ HIN എന്ന് പറഞ്ഞ് എഴുതാം. മനസ്സിലാവുന്നു? അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിലോട്ട് നോക്കിക്കേ. എന്താണ് pH, എന്താണ് pK? pH എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ ആണ് pH എന്ന് പറയുന്നത്, അല്ലേ? Ka എന്ന് പറയുന്നാലോ നെഗറ്റീവ് ലോഗരിതം ഓഫ് K, നമ്മുടെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന് അതാണ് വരുന്നത് Ka എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ pKa എന്ന് പറഞ്ഞാൽ എന്ത് വരും? pKa എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ടു ദ ബേസ് 10 Ka ആണ് നമ്മൾ pKa എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക്
ഡിസോസിയേറ്റ് ചെയ്ത് വരുന്ന ഈ അയണിൻ്റെയും നമ്മുടെ വീക്കായിട്ടുള്ള ആസിഡിൻ്റെയും എന്ന് വെച്ചാൽ വീക്ക് ആസിഡിൻ്റെയും അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെയും എന്താണ് കോൺസെൻട്രേഷൻ ഒരേപോലെ വരിക. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് പ്രോട്ടോണേറ്റഡ് ടു ഡീപ്രോട്ടോണേറ്റഡ് ഫോം ഓഫ് ഇൻഡിക്കേറ്റർ. ഇതാണ് പ്രോട്ടോണേറ്റഡ് ഫോം ഓഫ് ഇൻഡിക്കേറ്റർ. ഇതെന്ന് പറഞ്ഞാൽ ഡീപ്രോട്ടോണേറ്റഡ് ഫോം ഓഫ് ഇൻഡിക്കേറ്റർ. അവരുടെ റേഷ്യോ 1:1 വരുമ്പോഴാണ് എന്ത് വരുന്നത്, പി എച്ച് എന്തിന് ഈക്വൽ ആവുന്നത്, കെ എ ഇസ് ഈക്വൽ ടു എച്ച് പ്ലസിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ എ. മനസ്സിലാവുന്നു? അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും പി എച്ച് എന്തിന് ഈക്വൽ ആയിട്ട് വരുന്നത്, പി കെ എക്ക് ഈക്വൽ ആയിട്ട് വരുന്നത്. മനസ്സിലാകുന്നു? അപ്പം റേഷ്യോ പ്രോട്ടോണേറ്റഡ് ടു ഡീപ്രോട്ടോണേറ്റഡ് ഫോം ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് 1:1. അപ്പോഴാണ് എന്ത് വരുന്നത്, പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ എ വരുന്നത്. അപ്പം നമ്മളുടെ ഈ സി സിയിൽ നമ്മുടെ സെറ്റിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റുകൾക്കെല്ലാമായിട്ട് 250+ റിസൾട്ടുകൾ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഹാർഡ് വർക്കിൻ്റെ തന്നെയാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സിൻ്റെയും ആ കുട്ടികൾ ചെയ്ത ആ ഹാർഡ് വർക്കിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഇത്രയധികം റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വാരി വലിച്ച് പഠിക്കുക, 30 മൊഡ്യൂളുകൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. എല്ലാം പഠിക്കുന്നതിന് പകരം ഞാനിപ്പോൾ തന്നെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ് പറഞ്ഞത്, ഇന്ന ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ കുട്ടികളോട് നമ്മൾ എന്താ പറയുന്നത്, ഈ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കൂ. എന്നിട്ട് എന്താണ്, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെ, റിസ്കി ഫാക്ടറാണ്. അതിനകത്ത് ഒരുപാട് റിസ്കി ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ഏരിയാസ്. ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ കോർഡിനേഷൻ കെമിസ്ട്രി, ഐഡൻറ്റിക്സ് ഇതെന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പറയുക, ഇപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരാൾക്ക് അത് പറയാൻ പറ്റത്തില്ല. എത്രയോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നതെന്ന് അറിയാം. അപ്പം നമ്മൾ ആ രീതിയാണല്ലോ കുട്ടികളോടും പറയുന്നത്, നിങ്ങൾ ഈ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. നമ്മുടെ ഈ MSc പഠിക്കുന്നത് പോലെ ഫുൾ സിലബസ് കവർ ചെയ്യുക. നമുക്ക് സെറ്റിനൊരു കട്ട് ഓഫ് മാർക്കുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ജയിക്കും. അപ്പം നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം, നമ്മൾ 120 വാങ്ങുക എന്നുള്ളതല്ല, ആ കട്ട് ഓഫിന് മുകളിലെത്തുക, ആ കട്ട് ഓഫിലെത്തുക. അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. ഇത്ര കട്ട് ഓഫിന് മുകളിൽ വന്നാൽ നമുക്ക് സെറ്റ് കിട്ടും. സോ നമ്മൾ ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്താൽ ബാക്കിയുള്ളതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഷുവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 60 ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ 60 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ദിവസം 7-8 മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. 7-8 മണിക്കൂർ വർക്ക് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം എക്സാംസ് എഴുതി നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് എക്സാം എഴുതി നോക്കുക. നിങ്ങൾക്ക് ഷുവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് വരും. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വേണം. അത് തന്നെയാണ് നമ്മുടെ CC നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഓഫ് ബെൻസിൻ. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ബെൻസീനകത്ത് എങ്ങനെയാണ്, ബെൻസീനകത്ത് നമ്മളുടെ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. 6 കാർബൺ ആറ്റംസ് എങ്ങനെയാണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ഫോമിലാണ് അവിടുത്തെ കാർബൺ ആറ്റംസ് എല്ലാം വരുന്നത്. ഈ കാർബൺ ആറ്റംസ് എല്ലാത്തിനകത്തും ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ളൊരു p ഓർബിറ്റലുണ്ട്, അത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ആ 6 മോളിക്കുലർ ഓർബിറ്റൽസ് എന്താണ്, ഓവർലാപ്പ് ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബെൻസിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവാറുണ്ട്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ബെൻസിനകത്ത് ഞാൻ പറഞ്ഞു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 6 p ഓർബിറ്റൽസ് ഉണ്ട്. ഈ 6 p ഓർബിറ്റൽസ് കൺസ്ട്രക്റ്റീവായിട്ട് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. ഈ കാണിച്ചേക്കുന്ന π1, π2, π3 ഇവരെന്ന് പറയുന്നത് എന്താണ്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. ഇനി അടുത്ത് വരുന്ന π4 സ്റ്റാർ, π5 സ്റ്റാർ, π6 സ്റ്റാർ ഇവരെന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലാണ്. ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ എന്താ നടക്കുന്നത്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു അഡീഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻ്റർഫറൻസാണ് നടക്കുന്നത്. ഇവിടെ നോക്കിക്കേ, π1 എന്ന് വെച്ചാൽ നോഡാൽ റീജിയൻസ് ഒന്നുമില്ല, എല്ലാം കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് അവർ ആഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലോവസ്റ്റ് എനർജിയാണ്. ഇവിടെ നോക്കിക്കേ, ഇങ്ങോട്ട് വരും തോറും π2, π3 വരും തോറും നോഡാൽ പ്ലെയിൻസ് ഉണ്ട്. ഇവിടെ ഇതൊരു നോഡാൽ പ്ലെയിൻ ആണ്. ഇവിടെ ഈ രീതിയിൽ എന്ന് വെച്ചാൽ 2 കാർബൺ ആറ്റങ്ങളിലൂടെ പാസ് ചെയ്യുന്ന ഒരു നോഡാൽ പ്ലെയിൻ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ബോണ്ടിലൂടെ പാസ് ചെയ്യുന്ന ഒരു നോഡാൽ പ്ലെയിൻ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നുണ്ട്, ഡിസ്ട്രക്റ്റീവ് നടക്കുന്നുണ്ട്. പക്ഷേ ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഇനി ഇവിടെ ആന്റി ബോണ്ടിങ്ങിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്, ആന്റി ബോണ്ടിങ്ങിലോട്ട് വരുമ്പോൾ π4 സ്റ്റാറും ഉണ്ട്, π5 സ്റ്റാറും ഉണ്ട്. ഇവിടെ എന്താണ്, 2 നോഡാൽ പ്ലെയിൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ
നോഡൽ പ്ലെയിൻസ് എങ്ങനെയാണ്? ബിറ്റ്വീൻ ദ ബോൺസ് ആണ് അവർ പാസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇവിടെ പൈ സ്റ്റാറിലാണെങ്കിലോ അത് ബോണ്ടിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ഇത് 2 ബോണ്ടിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. ഈ ഹൊറിസോണ്ടലായിട്ട് വരുന്നത് 2 കാർബൺ ആറ്റങ്ങളിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്? ഇന്റർഫറൻസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഡീഷൻ നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് കുറവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് കൂടുതലുമാണ്. പക്ഷേ പൈ 6 സ്റ്റാറിലോട്ട് വരുമ്പോൾ എന്താണ്? ഇവിടെ നോക്കിക്കേ, ബോണ്ടിലൂടെയുള്ള 2 നോഡൽ പ്ലെയിൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു നോഡൽ പ്ലെയിനും ഈ ഒരു പൈ 6 സ്റ്റാറിൻ്റെ കേസിലുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് അഡീഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹയസ്റ്റ് എനർജി ആയിരിക്കും. അപ്പം നമ്മൾ ഈ മോളിക്കുലർ ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേന് ലോവസ്റ്റ് എനർജി ഉള്ള ഒരു മോളിക്കുലർ ഓർബിറ്റൽ പൈ 1 ആണ്. ഇനി പൈ 2ഉം പൈ 3 എടുക്കുകയാണെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. അവർ ഒരേ എനർജി ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഡബ്ലി ഡീജനറേറ്റ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ പൈ 4 സ്റ്റാറും പൈ 5 സ്റ്റാറും എടുക്കുകയാണെങ്കിലോ അവരും എന്താണ്? ഒരേ എനർജിയാണ് കാണിക്കുന്നത്. അത് കണക്ക് തന്നെ ആൻറ്റി ബോണ്ടിങ് ആണ്. നമുക്ക് ഇവരെ എന്ത് പറയാം? ഹോമോ എന്ന് പറയാം. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഇവരെന്താണ്? ലൂമോയാണ്. പൈ 4 സ്റ്റാറും പൈ 5 സ്റ്റാറും ലൂമോയാണ്. ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ബെൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 6 പൈ മോളിക്കുലർ ഓർബിറ്റൽ പൈ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. അവർ പൈ 1ലും പൈ 2ലും പൈ 3ലും ആയിട്ട് ഫിൽ ചെയ്യും. അതുകൊണ്ട് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഹയസ്റ്റ് മോളിക്കുലർ ഓർബിറ്റൽ ഏതാണ്? അതാണ് ഹോമോ. അതാണ് പൈ 2ഉം പൈ 3. ഇനി ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് ഇലക്ട്രോൺ ഇല്ലാത്ത ലോവസ്റ്റ് എനർജി ലെവലുള്ള മോളിക്കുലർ ഓർബിറ്റലാണ് പൈ 4 സ്റ്റാറും പൈ 5 സ്റ്റാറും. അവരും എന്താണ്? ഒരേ എനർജി കാണിക്കുന്നവരാണ്. മനസ്സിലാവുന്നു? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ എന്താണ്? പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഓഫ് ബെൻസീൻ എടുക്കുകയാണെങ്കിൽ അവിടെ ബോത്ത് ഹോമോ ആൻഡ് ലൂമോ ആർ ഡബ്ലി ഡീജനറേറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രോണിനുള്ള ഹയസ്റ്റ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലാണ് പൈ 2ഉം പൈ 3ഉം. അവിടെ ഡീജനറേറ്റ് ആണ്. അതേ കണക്ക് തന്നെ ലൂമോസ് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അവിടെ ഇലക്ട്രോൺ ഇല്ല. ഇലക്ട്രോൺ ഇല്ലാത്ത ലോവസ്റ്റ് എനർജി പൈ മോളിക്കുലർ ഓർബിറ്റലാണ് അവർ. അപ്പോൾ അവരെന്താണ്? അവരും ഡീജനറേറ്റ് ആണ്. സോ അവർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബോത്ത് ഹോമോ ആൻഡ് ലൂമോ ആർ ഡബ്ലി ഡീജനറേറ്റ്. മനസ്സിലാകുന്നു? കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ. ഞാനിപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത്രയൊന്നും അല്ല. നമ്മൾ പൈ മോളിക്കുലർ ഓർബിറ്റൽസിനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതാണ്. അപ്പം ഇവിടെ ഹോമോയും ലൂമോയും എങ്ങനെയാണ് വരുന്നത്? ഡബ്ലി ഡീജനറേറ്റ് മാനറിലാണ് വരുന്നത്. മനസ്സിലാവുന്നു? ഇനി നമുക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓസോണിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നേക്കുന്നത്. നോക്കിക്കേ, OO ബോണ്ട് ലെങ്ത്സ് ആർ ഈക്വൽ, ഓസോൺ ഈസ് ഡയാമാഗ്നറ്റിക്, OO ബോണ്ട് ലെങ്ത് ആർ ബോണ്ട് ആംഗിൾ ഓഫ് 117 ഡിഗ്രി, തെർമൽ ഡീകമ്പോസിഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്, ഓസോൺ ലെയർ ഈസ് എ റീജിയൻ ഓഫ് എർത്ത് സ്ട്രാറ്റോസ്ഫിയർ. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. 1, 2, 3 and 5. നോക്കിക്കേ, 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 3 കറക്റ്റാണ്, 5 കറക്റ്റാണ്. ഇവിടെ തെറ്റായിട്ട് വരുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡോതെർമിക് പ്രോസസ് അല്ല, അതിന് പകരം ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഇത് ഞാൻ ഓസോണിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഓക്സിജൻ്റെ ഒരു അലോട്രോപ്പാണ് ഓസോൺ എന്ന് പറയുന്നത്. അതൊരു പെയിൽ ബ്ലൂ ഗ്യാസ് ആണ്. അതിനൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു പങ്ക്ചൻ സ്മെല്ലുള്ള ഒരാളാണ്. ഈ ഓസോൺ എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത്? ഒസൈൻ എന്ന് പറയുന്നൊരു വേർഡിൽ നിന്നാണ് ഓസോൺ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ടായേക്കുന്നത്. ഇതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയാമാഗ്നറ്റിക് നേച്ചറാണ് ഓസോണിന് വരുന്നത്. 2 OO ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. അതേ കണക്ക് തന്നെ OO ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്, ഓസോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോണ്ട് ആംഗിൾ വരത്തില്ല. ഈ ബോണ്ട് ആംഗിളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് എത്ര വരും? 117 ഡിഗ്രി വരും. അതേ കണക്ക് തന്നെ നമ്മൾ ഓസോണിൻ്റെ ഒരു കോമ്പോസിഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ അത് 90% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതേ കണക്ക് തന്നെ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ. നമുക്കറിയാം, ഓസോൺ എന്ന് പറഞ്ഞാൽ UV ലൈറ്റിൻ്റെയൊക്കെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്ത് ആക്റ്റീവായിട്ടുള്ള ഓക്സിജൻ ഡയോക്സിജനുമായിട്ട് മാറും. അപ്പോൾ ആ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. മനസ്സിലാവുന്നു? എൻഡോതെർമിക് അല്ല, ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്നതിൽ ഒരു എക്സോതെർമിക് പ്രോസസ്സാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഓസോണിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളോട് ചോദിക്കാം. നമ്മളൊരു ഫാക്റ്റ് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു കാര്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. പണ്ടത്തെ എങ്ങനെയാണ്? ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ ഈസ് എക്സോതെർമിക്, എൻഡോതെർമിക്, നൺ ഓഫ് ദ എബോവ്. ഇത്രയും കാര്യങ്ങൾ
കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ഓസോണിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണം. ഓരോന്നും അങ്ങനെയാണ്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ചോദിക്കുകയാണ്. സ്ട്രക്ചർ ചോദിക്കുമ്പോൾ ഞങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫാക്റ്റും, അവരുടെ പ്യൂരിൻസ് ഏതാണ്, പിരമിഡിൻസ് ഏതാണ്, അവർ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അവരുടെ ഡിഫറൻസ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അപ്പം നമ്മളിവിടെ 60 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റിന് വേണ്ടിയിട്ട്. എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്, കെമിസ്ട്രിക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ്. നമ്മുടെ എൻ്റെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്മാർട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഏതൊക്കെ ഏരിയ ആണോ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം അല്ലാത്ത സെക്ഷനിൽ നമ്മൾ ചെയ്യുകയും ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇപ്പോൾ തന്നെ ഈ ബയോ ഇനോർഗാനിക്കിലേക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രീവിയസ് CSIRൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആ ചോദിച്ചേക്കുന്നതെല്ലാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് എന്ന് പറയുന്ന എക്സാമിന് സെറ്റിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് എടുക്കാതിരിക്കുക. ഈവൻ നമ്മുടെ +2 ലെവൽ എക്സാംസ് ഉണ്ടല്ലോ, IIT JEE, അതിലെ ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടുണ്ട്. സോ മാക്സിമം ആ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ മെഡിസിനൽ കെമിസ്ട്രി ഒത്തിരി പഠിക്കാനുള്ള കാര്യമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കുറച്ച് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. ആ ക്വസ്റ്റ്യൻസ് മാക്സിമം പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതിന് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാംസ് മാക്സിമം എഴുതുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, തനിയെ ചെയ്ത് നോക്കുക, നിങ്ങളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഈ 60 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്, അതിൻ്റെ നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുക. ആ സ്മാർട്ട് വർക്കിലൂടെയാണ് നമുക്ക് ഈ 60 ഡേയ്സിലൂടെ സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാതെ ഇവിടെ നമ്മളെന്താ മാജിക് ഒന്നുമല്ല കാണിക്കുന്നത്. ആർക്ക് വേണോ ഒരു സ്മാർട്ട് വർക്ക് ചെയ്താൽ ഈസി ആയിട്ട് ഈ ഒരു സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം നമുക്ക് ഇത്ര % മാർക്ക് മതി, നമുക്ക് റാങ്കിൽ മുമ്പിലെത്തുക എന്നുള്ളതല്ല, ഇത്ര % എബോവ് കിട്ടുക, അത്ര മാത്രമാണ് ഈ ഒരു സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാര്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് നമുക്കറിയാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ട് ഇന്ന ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ആ ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള ഏരിയാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും, ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇന്ന ഏരിയാസ് ആണ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നു? അപ്പം സെറ്റ് എന്ന് പറയുന്നത് ആർക്കും ഒരു ബാലികേറാമലയല്ല. നിങ്ങളും ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളും സെറ്റ് വളരെ ഈസി ആയിട്ട് കിട്ടും എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു എഫേർട്ടും കൂടെ വേണം. മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ മാക്സിമം ചെയ്യുക. ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടെ നാഞ്ഞു പിടിക്കുകയാണെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയൊന്നുമല്ല. എല്ലാവർക്കും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്നിട്ട് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാം. താങ്ക് യു.